ഈ സൂരജിനെ അടിച്ച കേസിൽ ഈ സൂരജിനെ CCTV-യുള്ള സ്ഥലത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. വീട്ടുകാരും ബന്ധുക്കളും ഞങ്ങൾ പഴയ ഓഫീസിൽ ഇനി ആവർത്തിക്കില്ല എന്ന് അല്ല നിഷേധിക്കട്ടെ, അവർ ആവർത്തിക്കില്ല എന്ന് ദയാപൂർവം എടുത്തുള്ള സമരം ഞങ്ങൾ മാറ്റിയത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ പേരാമ്പ്ര DYSP സുനിൽ, വടകര DYSP ഹരിപ്രസാദ്, പിന്നെ അടിച്ച പോലീസുകാരൻ SP-യെ താക്കീത് ചെയ്യണം. SP ഇതിപ്പം ഇന്നും തുടങ്ങിയല്ല. റൂറൽ SP ഇത് ഇയാള് CPM-ന്റെ ഗുണ്ടയേക്കാൾ മോശമായിട്ട് പേര് പറഞ്ഞത്. CPM-ന്റെ കൊടിസിനി എന്ന് പറയുന്ന ഗുണ്ടയേക്കാൾ മോശവും തേർഡ് റേറ്റുമാണ് റൂറൽ SP. ആ റൂറൽ SP-യാണ് ഞങ്ങളെ 2 ബലിഷ്ഠമായ കൈകൾക്കിടയിൽ ജോയൽ എന്ന് പറയുന്ന KSUക്കാരൻ്റെ കഴുത്ത് ചിരിച്ചത്. ഞങ്ങൾ നടത്തിയ ഉപവാസ സമരത്തിൽ പ്രഖ്യാപിച്ച കോൺഗ്രസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത 5 ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, അതേ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. കോഴിക്കോട് സർവകലാശാലയിൽ ഇലക്ഷൻ അട്ടിമറിച്ചു SFI. ഫേക്ക് ബാലറ്റ് ഉണ്ടാക്കിയിട്ടാണ് അവിടെ ജയിച്ചത്. അതിനെ പ്രതിഷേധിച്ച KSUക്കാരെ മർദ്ദിച്ചു. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി. കോഴിക്കോട് ജില്ലാ CPM-ന്റെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറുടെ നേതൃത്വത്തിൽ ഗുണ്ടാ സംഘം വന്ന് ആക്രമിക്കപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിലായ KSUക്കാരെ വീണ്ടും തല്ലി. T സിദ്ദിഖും അഭിജിത്തും ജയന്തുമൊക്കെ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് മാത്രം കയറും. CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘവും പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗുണ്ടാ സംഘവും ജനകീയ സമരങ്ങളെ നേരിടാനും ഇലക്ഷനിൽ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എതിർക്കുന്ന പാർട്ടിക്ക് നേടാനും ഈ ജില്ലയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ അനിവാര്യമായ പ്രതിരോധം തീർക്കാതെ ഞങ്ങൾക്ക് വയ്യ. ആ പ്രതിരോധം തീർക്കുന്നു. ഒരാളുടെയും അടിച്ച് കാണുമ്പോൾ ഞങ്ങൾ പറയുന്നില്ല, ഒരാളെയും അടിച്ച് പല്ലുകൊഴിക്കുന്നു പറയുന്നില്ല. ഞങ്ങൾ വളരെ കൃത്യമായ രീതിയിലുള്ള ഞങ്ങളുടെ പ്രതിരോധം വളരെ സമാധാന പ്രതിരോധം. പക്ഷെ ആ സമാധാനപരമായ പ്രതിരോധം CPM-കാരൻ്റെ അക്രമത്തെക്കാൾ കരുത്തുറ്റതായിരിക്കുമെന്ന് അവർ ഓർത്താതെ അന്ന് മർദ്ദനമേറ്റ KSUക്കാരൻ, ആ മർദ്ദനമേറ്റ KSUക്കാർക്ക് ഈ ഗുണ്ടകളുടെ അക്രമത്തിൽ രക്ഷപ്പെടാൻ കാരണം ഞങ്ങളുടെ കുറേ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടാണ്. ഇതുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കില്ല, ഒത്തുപോകാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം, ഞങ്ങളുടെ ശബരിമലയുടെ വിശ്വാസ സംരക്ഷണ ജാഥ 4 ജാഥകൾ വരുന്നു. ഈ മേഖലയിൽ മുൻ KPCC പ്രസിഡന്റ് KM മുരളീധരൻ നയിക്കുന്ന ജാഥയാണ് വരുന്നത്. ശ്രീനിവാസ് വക്കീലാണ് ആ ജാഥയുടെ കോർഡിനേറ്റർ. ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ T സിദ്ദിഖ് MLA ആണ്. ഈ ജാഥ 14-ാം തീയതി രാവിലെ കാസർഗോഡ് നിന്നും മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്ത് അന്ന് കണ്ണൂരിലെ പര്യടനം കഴിഞ്ഞ് രാത്രി വയനാട്ടിലെത്തും. പിറ്റേ ദിവസം കൽപ്പറ്റയിലെ സ്വീകരണം കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിലേക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് അടിവാരത്തെത്തും. 15-ാം തീയതി 3 മണിക്ക് അടിവാരത്തെത്തും. അടിവാരത്ത് വെച്ച് തിരുവമ്പാടി ബ്ലോക്കിലെ കോൺഗ്രസ്സുകാർ ജാഥയെ സ്വീകരിക്കും. അവിടെ പ്രസംഗമില്ല. അത് കഴിഞ്ഞ് താമരശ്ശേരിയിൽ ഒരു ചെറിയ സ്വീകരണം, അതായത് വരുന്ന വഴിക്ക് അത് അറേഞ്ച്ഡ് സ്വീകരണമല്ല, ആ തുറന്ന വണ്ടിയിൽ നിന്ന് ജാഥ ക്യാപ്റ്റൻ മാത്രം സംസാരിക്കുന്ന ഒരു ചെറിയ സ്വീകരണം. വിപുലമായ സ്വീകരണങ്ങൾ 2 കൊയിലാണ്ടിയിലും മുതലക്കുളത്തുമാണ്. കൊയിലാണ്ടിയിൽ 4 മണിക്കാണ് സ്വീകരണം ബസ് സ്റ്റാൻഡ് പരിസരത്ത്. അവിടെ ആ സ്വീകരണ സമ്മേളനം KPCC മുൻ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5:30 മണിക്ക് ഏതാണ്ട് 6 മണിയേക്ക് എത്തും. മുതലക്കുളത്ത് സ്വീകരണമാണ്. മുതലക്കുളത്താണ് ജില്ലാതലത്തിലുള്ള ഏറ്റവും വലിയ സ്വീകരണം. ആ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഈ ജാഥയിലേക്ക് ഞങ്ങൾ ഈ ജാഥയ്ക്ക് ഒരുക്കാൻ സ്വീകരണമല്ല, ഈ ജാഥയിൽ പങ്കാളികളായിട്ടാണ് എല്ലാവരും പങ്കെടുക്കുന്നതും ഞങ്ങൾ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നു. കോൺഗ്രസ് എന്നും വിശ്വാസികൾക്കൊപ്പമാണ്, വേദന അനുഭവിക്കുന്നതിനൊപ്പമാണ്.